ചെയ്തു. കുഞ്ഞപ്പി എന്ന് പറഞ്ഞ ആള് കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ ഹിന്ദുമതത്തിലോട്ട് മാറി. സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ അന്ന് ചെറിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് കാലക്രമേണ എല്ലാം അതിൽ നിന്നെല്ലാം മാറി ഞങ്ങൾ പരിപൂർണമായിട്ടും എല്ലാവരും ഞങ്ങളുടെ പിതാക്കന്മാർ എനിക്ക് ഓർമ്മ ആയ അന്ന് തൊട്ട് പിതാക്കന്മാരെല്ലാവരും പാപ്പി എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും കുഞ്ഞു എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിലും എൻ്റെ വല്യപ്പച്ചനായ ചെറിയ മാപ്പിളയാണെങ്കിലും ഞങ്ങൾ കിഴക്കോട്ട് നോക്കും, ഞങ്ങൾ പടിഞ്ഞാട്ട് നോക്കും. കിഴക്കോട്ട് ക്രിസ്തുമത പ്രകാരം കിഴക്കോട്ട് നോക്കുന്നു, പടിഞ്ഞാട്ട് ദേവിയെ ഞങ്ങൾ മുഖം കാണിച്ച് അങ്ങോട്ട് തൊഴുതിട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പൂർവികരായിട്ട് അത് ഞങ്ങൾക്ക് പറഞ്ഞു. ഇന്നും ഞങ്ങൾ അത് മുടക്കം കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ദേവിയെ നോക്കാൻ ഞങ്ങൾ പോകാറില്ല. അപ്പം അതും ഇന്ന് ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഞങ്ങളുടെ ഭാര്യമാർ ആയാലും എല്ലാവരും ആ ദേവിയിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളുടെ സഹോദരന്മാരും ആ രീതിയിൽ തന്നെ പോകുന്നു. ഞങ്ങളുടെ ഓർമ്മയായ അന്ന് തൊട്ട് ഈ പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ജേക്കപ്പമ്മൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് അന്നത്തെ വെടിപ്പുര ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഞങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പറയുമായിരുന്നു. അതിലുപരിയായിട്ട് കടവൂരും ആഞ്ഞിലിപ്ര കരയുമായിട്ടും നടയവീടിന് അഭേദ്യമായ ബന്ധമുണ്ട്. ദേവിയുടെ ആഗമനമായിട്ട് ബന്ധപ്പെട്ട കടവൂര് പിന്നീട് ആയി. ആ കടവൂർ ദേവി വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എല്ലാം കുടുംബത്തിന് പുഞ്ച ആവശ്യം ഉണ്ടായിരുന്നു, കൃഷിയും ഉണ്ടായിരുന്നു, കടത്തു വള്ളങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈനാശു മാപ്പിള സന്ധ്യാസമയത്ത് 6 മണി കഴിഞ്ഞപ്പോൾ ആ കടത്ത് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അങ്ങൊന്നൊരു വിളി വന്നു, എന്നെയും അക്കരയ്ക്ക് വിടുവോന്ന് ചോദിച്ചു. ആ വിളി മാനിച്ച്, പ്രായമുള്ള ഒരു സ്ത്രീയുടെ ആ വിളി മാനിച്ച് ഈ കടത്ത് കടത്തി എങ്ങോട്ടാ, തെക്കോട്ടാന്ന് പറഞ്ഞു. ആ തെക്കോട്ടുള്ള യാത്രയിൽ ലോകത്തൊരിക്കൽ സംഭവിക്കാൻ പാടില്ല, ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ദേവി സ്ത്രീ രൂപത്തിൽ വന്ന ഒരു ദേവി മഹാത്മ്യം ഒരു മനുഷ്യ പ്രജയുടെ കൂടെ നടന്നു വന്ന് അവിടെ ഇപ്പോഴത്തെ പുതുശ്ശേരി അമ്പലം കാണുന്ന സ്ഥലത്ത് ഒരു മരച്ചോട്ടിൽ വിശ്രമിച്ചപ്പോൾ കഴിക്കാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഭക്ഷണം അവിടുത്തെ അടുത്തുള്ള കുടുംബത്തിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു. കൂട്ടിരുന്ന് ഞങ്ങളുടെ പൂർവികനായ ഈനാശു മാപ്പിള ഉറങ്ങിപ്പോയി. രാവിലെ നോക്കിയപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. കാരണം കൂടിരുന്ന ആ ദേവി മഹാത്മ്യമുള്ള ആ സ്ത്രീരൂപമാണ് കാണുവാനില്ല. ആ വിഭ്രാന്തി കൊണ്ട പുള്ളിക്കാരനെ വീട്ടിൽ വന്നു. അന്നേരം ആ സമയത്താണ് അമ്പലത്തിനോട് ഇപ്പോഴത്തെ അമ്പലത്തിനോട് ഇല്ലത്തുള്ള അന്തർജനം സംഭവിച്ച ആ ഒരു സംഭവങ്ങളെല്ലാം അറിയുന്നതും. അങ്ങനെയാണ് ദേവിയുടെ സാന്നിധ്യം ചുറ്റുളങ്ങര ദേശത്ത് ഉണ്ടായി എന്നുള്ളതും ഒരു ചരിത്രം വായിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ്. ആഞ്ഞിലിപ്ര കരയിൽ ഞങ്ങൾ എപ്പോൾ ചെന്നാലും അല്ലെങ്കിൽ പുതിയ ദേശത്ത് എപ്പോൾ ചെന്നാലും നിങ്ങൾ എവിടുന്ന ആ ചുറ്റുളങ്ങരയാണ്, ക്രിസ്ത്യൻസ് നടയവീട്ടിലെയാണോ എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. കുട്ടമ്പിള്ളയുടെ ബന്ധുക്കാരാണോ അല്ലെങ്കിൽ കുഞ്ഞിക്കായുടെ ബന്ധുക്കളാണോ എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ആ പല സ്ഥലങ്ങളിൽ പോയി മത്സര വെടിക്കെട്ടിനെ പറ്റിയും അല്ലെങ്കിൽ മൃഗശിക്ഷ നടത്തിനെ പറ്റിയും വാതോരാതെ ആളുകൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾ തോന്നാറുണ്ട്. പിന്നെ ദേവിയുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അമിതമായിട്ട്, കാരണം മറ്റുള്ളവരെ പറ്റി, കാരണം ദേവിയുടെ മഹാത്മ്യത്തെ പറ്റി ഞങ്ങൾ വർണ്ണിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ വാമൊഴികളെല്ലാം ദേവിയെ പറ്റി, കാരണം ഞങ്ങൾക്ക് ദേവിയെ പറ്റി പറയാൻ മാത്രമേ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ വരുമ്പോൾ എല്ലാവരുടെ ഉള്ളൂ. ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്ക് അറിയാവുന്ന ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അവർ അത് അതിശയോക്തോടു കൂടി അത് കേട്ട് അത് ഇരിക്കും, അവസാനം വരെ ഇരിക്കും. പിന്നെ ചുറ്റുളങ്ങരയിലെ പൊങ്കാല ആയാലും എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. കാരണം പൊങ്കാല തുടങ്ങി അന്നോട്ട് ഇപ്പം ഞാൻ പണിയുന്ന ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. പല ദേശത്തൊന്നും ചോദിക്കും പൊങ്കാലയ്ക്ക് അടുപ്പ് പിടിച്ചാലാവോ. ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ, കാരണം ഒരു ലാഭേച്ഛയും കൂടാതെ രാത്രിയും പകലുമില്ലാതെ ആ പൊങ്കാലയ്ക്ക് അടുപ്പ് സ്ഥാനം പിടിച്ച് കാത്തിരുന്ന് ദേവിക്ക് വേണ്ടി. അപ്പൊ ചോദിക്കും, ഇത്രയും നിങ്ങൾക്ക് ഭക്തി ഉണ്ടോ? ഞാൻ പറയും, ഞങ്ങൾക്ക് ദേവിയോട് അത്രയും ഞങ്ങൾക്ക് ഭക്തിയാണ്. ഞങ്ങൾ ആ ഭക്തിപൂർവ്വമാണെന്നുണ്ട് ഞങ്ങൾ ഒരാഴ്ചയോളം ഞങ്ങൾക്ക് അവരിരുന്ന് അടുപ്പ് പിടിച്ച് ആ അവകാശികൾക്ക് ഞങ്ങൾ കൊടുത്ത് ഞങ്ങൾ അതിലും പങ്കാളികൾ ആകാറുണ്ട്. ഞാൻ ജേക്കബ് ഉമ്മൻ, ചുറ്റുളങ്ങര നടയവീട്ടിൽ കുടുംബാംഗമാണ്. ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുമുമ്പ് ചുറ്റുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഓണാട്ടുകരയുടെ പരദേവതയായ ചുറ്റുളങ്ങര അമ്മയെ കരിപ്പുഴ തോട് കടത്തി പുതുശ്ശേരി അമ്പലത്തിൽ കൊണ്ടുവന്നത് എൻ്റെ വലിയപ്പനായ ഈനാശു മാപ്പിളയാണ്. ചുറ്റുളങ്ങര അമ്മയെ നേരിൽ കാണുന്ന ആദ്യ വ്യക്തി ശ്രീ ഈനാശു മാപ്പിളയാണ്. അതിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ വലിയ അഭിമാനമുണ്ട്.
പുതുശ്ശേരി അമ്പലത്തിൽ നിന്നും അപ്രത്യക്ഷമായ ചിറ്റുളങ്ങര അമ്മ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് നടവീട്ടിൽ കുടുംബത്തിന്റെ സമീപമാണ്. അവിടെയാണ് ചിറ്റുളങ്ങര ക്ഷേത്രം ഉയർന്നിട്ടുള്ളത്. ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാട് അവകാശം നടവീട്ടിൽ കുടുംബത്തിനുണ്ടായിരുന്നു. ചിറ്റുളങ്ങര നടവീട്ടിൽ കുടുംബത്തിലെ പൂർവികരെല്ലാം തന്നെ ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ വെടിവഴിപാടുകാരായിരുന്നു. അതിലേറ്റവും പ്രശസ്തനായ വ്യക്തി കുഞ്ഞിക്ക മാപ്പിളയാണ്. കുഞ്ഞിക്ക മാപ്പിള ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ മാത്രമല്ല, ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ തന്നെ വെടിവഴിപാടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനാണ് കുഞ്ഞപ്പി. അദ്ദേഹം പിന്നീട് കുട്ടമ്പിള്ള എന്ന നാമം സ്വീകരിക്കുകയാണ് ചെയ്തത്. ചിറ്റുളങ്ങര അമ്മയുടെ ദാസനായി, ദേവിദാസനായി ഹിന്ദുമതം സ്വീകരിച്ച വ്യക്തിയാണ് കുട്ടമ്പിള്ള. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമാണുള്ളത്. നടവീട്ടിൽ കുടുംബത്തിന് വലിയ അഭിമാനമാണ് കുട്ടമ്പിള്ളയെ കുറിച്ച് പറയുമ്പോൾ. തീർച്ചയായും ചിറ്റുളങ്ങര ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിന്റെ സംസ്കൃതിയുമായി ഇഴചേർന്ന ഒന്നാണ്. അതിൽ ഞങ്ങളൊക്കെ തന്നെ അഭിമാനിക്കുന്നു. കുട്ടമ്പിള്ളയും ഭാര്യയും ഹിന്ദുമതം സ്വീകരിച്ച കാലത്ത് ഇരു വീടുകളിലും ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിൽ കുട്ടമ്പിള്ളയുടെ വീട്ടുകാർക്ക് ആ എതിർപ്പുകളെല്ലാം മാറി. അന്ന് ഇന്നും ദേവീഭക്തരായ അവർക്ക് തങ്ങളുടെ പൂർവികനാണ്, അല്ലെങ്കിൽ ആ കൊച്ചപ്പനാണ് കുട്ടമ്പിള്ള എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അഭിമാനമേ ഉള്ളൂ. അവരിന്നും അത് അഭിമാനത്തോട് പറയുന്നുണ്ട്. അവർ പറയാറുണ്ട്, കര വിട്ട് വെളിയിൽ പോയാൽ ഈ 13 കരയപ്പെട്ടവരെ കണ്ടാൽ പറയുന്നത് ഞങ്ങൾ കുട്ടമ്പിള്ളയുടെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്.